നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. അത് ഏദൻ തോട്ടമാണ്. ദൈവം ആദാമിനെ സൃഷ്ടിച്ചതിനു ശേഷം പാർപ്പിച്ച സ്ഥലമാണ് ഏദൻ തോട്ടം. ഹൗവായെ സൃഷ്ടിച്ചത് ഏദൻ തോട്ടത്തിൽ വെച്ചാണ്. ഹൗവായും ആദാമും പാപം ചെയ്തപ്പോൾ അവരെ ബഹിഷ്കരിച്ചതും ഏദൻ തോട്ടത്തിൽ നിന്നാണ്. ഏദൻ എന്നതിന് സുമേറിയൻ ഭാഷയിൽ സമതലം എന്നാണ് അർത്ഥം. അതിൽ നിന്നാണ് ഏദൻ എന്ന പദം ഉത്ഭവിച്ചതെന്ന് ചിലർ കരുതുന്നു. ദൈവത്തിൻ്റെ തോട്ടം, കർത്താവിൻ്റെ തോട്ടം എന്നീ പേരുകളും ഏദൻ തോട്ടത്തിനുണ്ട്. പറുദീസ എന്ന പേർഷ്യൻ പദത്തിൻ്റെ പര്യായമായും ഉപയോഗമുണ്ട്. ഈ തോട്ടത്തിൽ നിന്ന് 4 നദികൾ പുറപ്പെടുന്നതായി വിശുദ്ധ ബൈബിളിൽ വിവരിക്കുന്നുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറപ്പെടുന്ന 4 നദികൾ പീശോൻ, ഗീഹോൻ, ഹിദ്ദക്കേൽ, ഫ്രാത്ത് എന്നിവയാണ്. ഇവയിൽ അവസാനത്തെ 2 നദികളായ ഹിദ്ദക്കേൽ, ഫ്രാത്ത് രണ്ടും യഥാക്രമം തിഗ്രീസ് നദിയെയും യൂപ്പട്രീസ് നദിയെയും കുറിക്കുന്നു. മറ്റു 2 നദികൾ ഏതിനെ പരാമർശിക്കുന്നുവെന്ന് നിശ്ചയമില്ല. ഏദൻ എവിടെയെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമം നൂറ്റാണ്ടുകളായി പലരും നടത്തിയിട്ടുണ്ട്. നദികളെക്കുറിച്ചുള്ള പരാമർശം കാലനിർണയത്തിന് സഹായമാകുമെന്ന് കരുതുന്നു. കിഴക്ക് ഏദൻ എന്നർത്ഥമുള്ള പ്രസ്താവന അവ്യക്തമാണ്. ഭൂമിശാസ്ത്രപരമായ ഇതിൻ്റെ സ്ഥാനമല്ല വിശുദ്ധ ബൈബിളിലെ പ്രധാനം. ദൈവശാസ്ത്രപരമായി അത് അവതരിപ്പിക്കുന്ന ആശയത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത്. ഇത് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഏദൻ തോട്ടത്തെ പറ്റിയുള്ള ഒരു ചെറിയ വിവരണം. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.